കുത്തനെയുള്ള ബ്രേക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ ഗിയർ മാറ്റം കൊണ്ട് മാത്രം ജീപ്പിനെ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഓരോ ഗിയറുകളും മാറ്റി 4 വീൽ ലോക്ക് ചെയ്ത് 4 ടയറുകൾക്കും ഗ്രിപ്പ് നൽകി വാഹനങ്ങൾ ഓരോന്നായി കയറി. അതിസാഹസികമായ യാത്രയായിരുന്നു. വാഹനം ഓടിക്കുന്നവരെ പോലെ തന്നെ സഹയാത്രികരും ഈ യാത്ര ഏറെ ആസ്വദിച്ചു. ഇതിൽ ഓഫ് റോഡിങ് ആസ് ഇറ്റ് ഈസ് എ പാഷൻ ഫോർ യു. പിന്നെ ഇതൊരു ടെസ്റ്റ് ഓഫ് മാൻ ആൻഡ് മെഷീൻ. അപ്പം നമുക്കൊരു ജീപ്പ് ഓടിക്കാൻ അറിയാം എന്നുള്ളതുകൊണ്ട് മാത്രം ഇങ്ങനൊരു ടെറൈൻ കവർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിൻസ് ശരിക്കും അതിൽ യൂസ് ചെയ്യണം. എസ്പെഷ്യലി നമ്മൾ വെഹിക്കിൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത്. ഡ്രൈവിംഗിൽ തന്നെ പലരും ആദ്യമേ പങ്കെടുത്തവരായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു. ഇത് ആർക്കും മടുപ്പം തോന്നിയിട്ടില്ല. ജീപ്പിലെ പവറും പെർഫോമൻസും മനസ്സിലാക്കുന്നതിനായി കുന്നുകളിലൂടെയും ജീപ്പ് കയറ്റാൻ ശ്രമങ്ങൾ തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ വാഹനങ്ങൾ പോകാത്തതിനാൽ കഴുത ചൂടുമായി പോകുന്ന വഴിയിലൂടെയായിരുന്നു യാത്ര. അങ്ങനെ സന്ധ്യാസമയമായതോടെ കൊടൈക്കനാലിലെത്തി. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഏകദേശം 7 മണിയായപ്പോൾ ഇത്രയും മോശമായ റോഡിലൂടെയും അതുപോലെ തന്നെ ഇത്രയും ത്രില്ലിംഗ് ആയ റോഡിലൂടെയും ഇപ്പോൾ നമ്മൾ കൊടൈക്കനാലിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ആർക്കും ഇത്തരത്തിലൊരു കാരണം എല്ലാവരും നമ്മൾ പ്രേക്ഷകർ നമ്മളെല്ലാവരും കണ്ടതാണ് ഈ റോഡിൻ്റെ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ വാഹനങ്ങൾ ഏത് തരത്തിലൊക്കെയാണ് ഏത് പ്രതലത്തിലൂടെയാണ് വാഹനങ്ങൾ കയറി വന്നതെന്നും ആർക്കും യാതൊരു കുഴപ്പമില്ലാതെ വളരെ സുഖകരമായി കൊടൈക്കനാൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യാത്രയാണ് ശരിക്കും